അപ്പോൾ ഇനി പേരിടുമ്പോൾ ആരെയും പേരിടാൻ പാടില്ല. ജാനകി പാടില്ല, മംഗലശ്ശേരി നീലകണ്ഠൻ പാടില്ല. അതെല്ലാം ഓരോ ദൈവങ്ങളുടെ പേരാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ്, ശ്രീ മോഹൻലാലിൻ്റെ. അപ്പോൾ നീലകണ്ഠനെയൊക്കെ ഇനി എടുത്ത് മാറ്റണമല്ലോ. അപ്പോൾ രണ്ടാമത് ഇനി സെൻസർ ബോർഡ് പറയുമോ നീലകണ്ഠനെ മാറ്റിയിട്ട്? നീലകണ്ഠൻ എന്ന് പറയുന്ന മഹാദേവന്റെ പേരാണ്, പരമശിവന്റെ ശ്രീ പരമേശ്വരന്റെ പേരാണ്. അതുപോലെ ജാനകി എന്നുള്ള പേര് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ എത്രയോ സിനിമയിൽ. അപ്പം എത്രമാത്രം തരം താണിരിക്കുന്നു ഡൽഹിയിലിരിക്കുന്നവരെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സിനിമയിൽ പോലും എല്ലാത്തിലും കൈയെടുത്താണ്. അധികാരത്തിൻ്റെ ഇത് കൈയെടുത്താണ്. ഒരു കാരണവശാലും ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഞാനിത് അദ്ദേഹത്തെ വിവാദപ്പെടുത്തില്ല. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും കേന്ദ്രത്തിലെ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവന്മാർ ഇതുപോലത്തെ ആളുകളാണ് സെൻസർ ബോർഡിൽ പിടിച്ചു വച്ചിരിക്കുന്നത്. ജാനകി എന്നുള്ള പേര് മാറ്റിയാലേ ആ പടത്തിന് റിലീസ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ പേരാണ് ജാനകി എന്നുള്ള പേര്. എത്ര മനോഹരമായ ഒരു പേരാണ് പേര് ജാനകി എന്നുള്ള പേര്. ആ പേര് സീതാദേവിയുടെ പേരായതുകൊണ്ട് അത് സിനിമയ്ക്കേ പാടില്ല. അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ, നമ്മൾ ഓരോ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മലയാളത്തിലും മറ്റു ഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ദൈവവുമായി സാമ്യമുള്ള ഒരുപാട് ബന്ധമുള്ള പേരുകളുണ്ട്. ഇനിയിപ്പോൾ പത്രോസ് എന്നുള്ള പേരിടാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പുണ്യാളനല്ലേ അല്ലേ? ഒരു പേരിടാൻ പറ്റില്ലല്ലോ. എല്ലാം നമ്മുടെ സിനിമയിൽ ഒക്കെയുള്ള പേരും നമ്മുടെ നോവലുകളിൽ, ഇനിയിപ്പോൾ അടുത്ത സംഭവം പറയാൻ പോണ നോവലുകളിലൊന്നും പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വരും. ഇത് ഇന്ത്യയെ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത്?